Hello guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. ഏബു ഉണ്ട്, ആൻറ്റി ഉണ്ട്, ഫാസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഏബുവിൻ്റെ കൂടെ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴേ അവർ വരുള്ളൂ. അപ്പോഴത്തേക്കിനും നമുക്ക് പോകാം. ഒരു ചെറിയൊരു ഡ്രീം പോലത്തെ വ്ളോഗാണ്. Hey guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്ത് പോകുന്ന വീഡിയോ ആണ്. ഏബു ഉണ്ട് നമ്മുടെ കൂടെ, മാറി മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് പുറത്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കതിൽ ഞങ്ങൾ ചെന്നത് ഈ വണ്ടിയിൽ കിട്ടി. നമ്മൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കിനും അവർ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അങ്ങനെ ഏബിനെ കാണിച്ചാണ്. ഏബിന് ആദ്യം ആയതുകൊണ്ട് മടിയായിരുന്നു. പിന്നെ അവരെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മാറിയിട്ടോ അവൻ ഔട്ട്ഫിറ്റ് കാണിക്കുകയാണ്. നല്ല സാധനം മറ്റേ വരയുള്ളത് നോക്കി അത് പിന്നെയും കുറച്ചും കൂടെ വലുതാ. അതുകൊണ്ട് ടീഷർട്ട് ഇടാറില്ല. പിന്നില്ലേ ടീഷർട്ട് ഒന്നും വേണ്ട. നമ്മൾ ലാപ്ടോപ്പ് എടുക്കാനാണ് പോയത്. നമ്മുടെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു അത് മേടിക്കണം എന്നുള്ളത്. നമ്മുടെ കൂടെ പാസ്റ്റർ ആൻറ്റിക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ആൻറ്റി. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളതിൽ ഏടെ പകുതി കാര്യങ്ങൾ പോലും അറിയത്തില്ല. ലാപ്ടോപ്പിൻ്റെ പാസ്റ്ററിന് ഇതിനെപ്പറ്റി ഭയങ്കര നോളജാണ്. അപ്പം പാസ്റ്ററാണ് ഇതിനെല്ലാം പുറകെ നടന്നിട്ട് എല്ലാം നോക്കിയെടുത്ത് തന്നത് കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഞങ്ങളതങ്ങ് എടുക്കാൻ പോവാം. പൈസ ഒന്നും നമുക്കൊരു വിഷയമല്ല കാര്യമല്ല. കേട്ടല്ലോ. കണ്ടോ ഒരുത്തനെ കൊന്നു. ചുമ്മാ ഏതാണ്ടൊക്കെ പിടിച്ച് ഞെക്കുക. നമ്മള് ക്യാമറ അല്ലേ നോക്കട്ടെ? അതെ, ക്യാമറ നോക്കും. Oh my god, guys, zooming look. നല്ലവരെയൊക്കെ പോകുമ്പോൾ ഇത് 25 വരെ ഉണ്ട്. Oh my god, ഇഷ്ടം. എനിക്കതങ്ങ് എടുക്കാം. 30, 50, 60 ഗ്രാഫ്സ് കാർഡ് വരുന്നത്. സെയിം വേരിയന്റ് 60 ഗ്രാഫ്സ് കാർഡ് വരുന്നത്. 8GB RAM RAM എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് 32 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഞാൻ അടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫാൻ വഴി ഹൈ സ്പീഡ് ഫാൻ കറങ്ങുന്നത് വേപ്പർ ചെമ്പുണ്ട്. വേപ്പർ ചെമ്പ് നിലവിൽ ഈ പ്രൈസിൽ വരുന്ന ബെല്ലിൽ മാത്രം. അതും ട്വിൻ വേപ്പർ ചെമ്പ്. അറിയാത്ത ചെയ്തേക്കണേ. ഇതിവിടെ പൈസ കൊടുക്കില്ല. നമുക്കറിയാത്തൊന്നുമല്ല. കണ്ടോ മാക്ബുക്ക് കണ്ടോ? അത് തന്നെയാ. പക്ഷെ അതിൽ ഈ സെറ്റ് കീബോർഡ് സെറ്റ് വരില്ലല്ലോ. ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. ലാസ്റ്റായിട്ട് അത് നമ്മൾ ഫൈനൽ അത് രണ്ടും നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ എന്തൊക്കെയോ സംഭവം ഉണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതിനെ പറയാൻ എനിക്കൊന്നും അറിയത്തില്ല. അവരെന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. നമുക്ക് വേറെ എന്തോ കോഡിങ്ങിൻ്റെ സംഭവം അങ്ങനെ എന്തോ ലാപ്ടോപ്പൊക്കെയാണ് വേണ്ടത്. എനിക്കതിൻ്റെ ഒന്നും പറയാൻ പോലും എനിക്കറിയത്തില്ല. അപ്പം നമ്മളത് നോക്കിയില്ല കേട്ടോ. അപ്പോൾ വേറെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ ചെടിയാണ്. അപ്പോൾ പിന്നെ ഏബുവിനോട് മൈദിയിൽ അവിടുത്തെ ഫുള്ളൊരു വ്യൂ ഇങ്ങനെ വൈഡായിട്ട് എടുക്കാൻ പറഞ്ഞപ്പം അവൻ എടുത്ത ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേട്ടോ. അങ്ങനെ പറ. ഹായ് ഗായ്സ്, ഞങ്ങൾ ക്രിസ്ത്യനുള്ള സാധനങ്ങൾ കറക്റ്റ് സ്ഥലത്ത്. പക്ഷെ ഇത് ഇതാ കപ്പ് നൂഡിൽസ് ആണോ? ഗൈസ് റൈഡർ കണ്ണാപ്പി. അയ്യോ ഇതിടി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊരു സാധനമുണ്ട് സിൽവർ പോലെ കടിക്കാൻ. $225. അടിപൊളി.
റിവ്യൂ മാത്രം ചെയ്ത ചേട്ടൻ. ഇതൊക്കെ നൊസ്റ്റു മുട്ടായി. പീനട്ട് ക്യാൻഡി. എനിക്ക് ഇങ്ങനത്തെ സാധനം ഇഷ്ടമല്ല. ഹാരി പോട്ടർ ഇല്ല. എടാ പുതിയ അതുണ്ടായിരുന്നു. അതിന് വില എത്രന്നറിയോ? എല്ലാത്തിന്റെയും കൂടെ എടാ ഹോട്ട് വീലറിന്റെ ഇറങ്ങി ജോയ്. അതൊക്കെ എന്ന് ഇറങ്ങിയത് വേറെ കടയിൽ വന്നതാണ് ലാപ്ടോപ്പ്. എനിക്കൊന്നും അറിയില്ല. അവിടെ വന്നിട്ട് നമ്മൾ ഓരോ സംഭവമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് നമുക്ക് വേണ്ടതൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെന്നായിരുന്നാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. എനിക്കറിയില്ലല്ലോ. എൻ്റെ പാട്ടാണ്. ഹായ് കുട്ടി, ഇതിവിടെ ഇരിക്കുന്നേ. ഇത് വീഡിയോയിൽ കാണിച്ചില്ല. ഗൈസ്, അമ്മയും മുഞ്ഞും ഇവിടെ സ്നേഹപ്രകടനങ്ങളാണ്. പിന്നെ നമ്മൾ HP വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, എന്തൊക്കെ സംഭവമാണ് വേണ്ടത്. ഫസ്റ്റ് മനസ്സിലായി എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊരു ഊഹം കിട്ടിയിട്ടോ. അവിടെ വരില്ല. നമ്മളെല്ലാവരും ഷേക്ക് കുടിക്കുമ്പോൾ ഷാർജ കുടിച്ചിട്ട് നമ്മളെല്ലാവരും ഞങ്ങൾ 4 പേര് ഷാർജയും ഏബു പിസ്ത ഷേക്കും കുടിച്ചു. അങ്ങനെ നമ്മൾ ചൂടത്ത് നല്ലൊരു ആശ്വാസമായിരുന്നു. എങ്ങനെയുണ്ട് പാസ്റ്റർ? വലിയ ദിവസം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ കുഴപ്പമില്ല. സ്പെഷ്യൽ വേണ്ടിയിട്ട് കൊള്ളാം. ഏബുവിൻ്റെ സ്നോമ വന്ന സമയം കൊണ്ട് നമ്മൾ ഓക്സിജനിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് വേണ്ട ലാപ്ടോപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വായിച്ച സംഖ്യ ഒരെണ്ണം കണ്ട് മാറിപ്പോയി. അവരുടെ ഭയങ്കര ശരിയൊക്കെ ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്. അവിടെ ലെനോവോയുടെ സംഭവം നോക്കുന്നുണ്ട്. അതൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. എന്റെ ശബ്ദം കേൾക്കും. ഹായ് സാർ, പറയൂ. ഓണാക്കേണ്ടത് ഇവിടെയാണ്. ആണോ? ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഒക്കെ ഉണ്ട്. പിന്നെന്താ വേണം? ഫൈനലി നമ്മൾ ആ ഒരു ലാപ്ടോപ്പ് എടുത്തു. ഇത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എടുക്കണം എന്നുള്ളത്. പലർക്കും ഇത് ചെറിയ കാര്യമായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ലാപ്ടോപ്പ് വേണം എന്നുള്ളത്. ഇപ്പം ചേച്ചിക്കാണെങ്കിലും ജോബിനൊക്കെ വേണ്ടിയിട്ടാണ് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ അത്യാവശ്യമുള്ള സംഭവമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അതിനുവേണ്ടി പാസ്റ്റർക്ക് ഭയങ്കര എഫേർട്ട് ഇട്ട് ഒരുപാട് കടയിൽ നമ്മൾ കയറിയിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോഴാണ്. അതും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6:30 കഴിഞ്ഞ് 7 മണിയായിട്ടുണ്ടായിരുന്നു. MS ഓഫീസ് സംഭവങ്ങളൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്തപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറേ കഷ്ടപ്പാടിന് ശേഷം അത് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു മനസ്സുഖമായിരുന്നു. പിന്നെ അത് നമ്മുടെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും വീണ്ടും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ലൈഫിലെ ഒരു ഡ്രീമിലെ ഒരു സംഭവമായിരുന്നു ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രീം ലിസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിലെ ഒരു സംഭവമാണ് ഈ ലാപ്ടോപ്പ്. അപ്പം അത് കിട്ടിയതിൻ്റെ ഒരു വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പം അതവരെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് ഞങ്ങൾ മുട്ടായി തന്നെ ചെയ്ത് സ്പ്രൈറ്റൊക്കെ മേടിച്ചിട്ട് വന്നു. ഇതൊക്കെ ഞങ്ങൾ മുട്ടായി കഴിക്കുക. മടുത്ത് സ്പ്രൈറ്റൊക്കെ മേടിച്ചിട്ട് അവരോടൊന്ന് മണിക്കൂർ തെറ്റിയിട്ടുണ്ട്. അവരവിടുത്തെ ചാർജ് ചെയ്യുകയാണ്. അത് ചാർജ് ചെയ്യാതെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് കാണാം. കൊല്ലം കേട്ടോ. അപ്പോൾ കൈസ് അതൊക്കെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഗൈസ് ഫൈനലി നമ്മൾ ലാപ്ടോപ്പ് എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ലാപ്ടോപ്പ് എടുത്തു. കുറേ നേരത്തിന് ഇങ്ങനെ പറയുകയാണോ ശരിയാവുന്നില്ല. അപ്പോൾ അവരെന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പം എത്രയോ നേരത്തെ വന്നതാണ്. ഇപ്പോൾ ടൈം 6:30 കഴിഞ്ഞു. ടൈം എത്രയും 6:54. സോ നമ്മൾ ഇവിടെ നിന്ന് മടുത്തു ഗൈസ്. എല്ലാവരുടെയും കോലം കണ്ടോ, ഞങ്ങൾക്ക് മടുത്തു ഗൈസ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 2 കസേര അടുപ്പിച്ചിട്ടിട്ട് ഞങ്ങൾ 3 പേര് ഇരിക്കുകയാണ്. ഇവിടെ വെട്ടമുള്ളതുകൊണ്ട് കാണാനൊരു മെനയ്ക്ക്, എന്നാലും മെന കിട്ടും. അപ്പം മടുത്തിരുന്നപ്പോഴാണ് ഏബുവിൻ്റെ സ്പ്രൈറ്റുകൾ കൊണ്ട് ഒരാ വരവ്. കുപ്പി കാണിച്ച് മടുത്ത് തെളിവ് സഹിതം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെന്നിട്ട് കാണാം. അങ്ങനെ അവിടുത്തെ സൈഡ് നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്നത് കണ്ടു. എന്നിട്ട് ചിരിക്കുകയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ വേഗം ഇറങ്ങാൻ നോക്കി. അപ്പം ചേട്ടൻ ചിരിക്കുന്നുണ്ട്, വ്ളോഗ് എടുക്കാൻ മനസ്സിലാവും. എന്നിട്ട് എന്നിട്ട് പറയാം ഇത് വലിയ യൂട്യൂബറൊക്കെ ആയിട്ടോ നിൽക്കുന്നതൊക്കെ ചെന്ന് പറഞ്ഞു. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ. എന്താ ഞങ്ങൾ ഇറങ്ങാറായി. മീരീസ് വ്ളോഗ് MIRIZZ ബ്ലോഗ് VLOG ബ്ലോഗ് അല്ല വ്ളോഗ് VLOG ആണല്ലേ. താങ്ക് യു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു. ഓക്സിജൻ്റെ ഇവിടെ വെളിയിൽ നിന്ന് ഒരു വ്യൂ എടുത്തു. അപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം തിരിച്ചു പോയി. എന്നിട്ട് എന്താ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് വേഗം അങ്ങ് എത്തി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴിയാം. ഒന്നും കാണുന്നില്ല. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് അൺബോക്സിങ് ആണ്. അപ്പം നമ്മുടെ തുറന്നപ്പോൾ ലാപ്ടോപ്പിനോട് വെട്ടമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ കുറേ നാളത്തെ ഡ്രീം ആയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ആണല്ലോ എന്നതൊക്കെ ഒന്നും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരുന്നു, അത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ മേടിച്ചതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അത് വിശപ്പൊന്നുമില്ല. എന്നിട്ട് നമ്മളതെടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യേണ്ട പാസ് നമുക്കത് അറിയത്തില്ലല്ലോ. അങ്ങനെ പാസ്സൊക്കെ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ചാർജ് ഒക്കെ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര മണിക്കൂർ ചാർജിനിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഇന്നലെ. ഫുൾ ഹാപ്പി ആയിരുന്നു. ആദ്യം കുറേ ടെൻഷനൊക്കെ ആയിരുന്നു, എങ്ങനെ സംഭവം അറിയാത്തതുകൊണ്ട്. ലാസ്റ്റ് എല്ലാം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഡ്രീമിൻ്റെ ഒരു സംഭവം അങ്ങ് മാറി. അപ്പം അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടത്. അങ്ങനെ നമ്മളെ സെറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് മിച്ചറൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മിച്ചറും പഴവും കൂട്ടി കഴിച്ചത് വെറൈറ്റി ആണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. ഇത്രയുള്ളൂ. ബൈ ഗൈസ്.